ഹൈപ്പർ ടെൻഷൻ ഉള്ള ആളുകൾക്ക് അവരുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്ന കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ വഴി അവരെ മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റും. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ടോപ്പിക്കാണ്. ഞാൻ ഡോക്ടർ ലമീസ് കെ, ഹോമിയോപ്പതി കൺസൾട്ടന്റ്. ഒന്നാമതായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും വരുത്തേണ്ട ജീവിതശൈലി മാറ്റം എന്ന് പറഞ്ഞത് നമ്മൾ എക്സസൈസ് ശീലാക്കുക എന്നുള്ളത് തന്നെയാണ്. വ്യായാമം ശീലിക്കുക. നമ്മളൊരു ആഴ്ചയിൽ 5 ദിവസമെങ്കിലും 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള എക്സസൈസുകൾ നമ്മൾ ശീലമാക്കുക. അത് നമ്മൾ ദേഹം മൊത്തം വരക്കുന്ന രൂപത്തിലുള്ള എക്സസൈസാണ് നമ്മൾ ചെയ്യേണ്ടത്. ജോഗിങ്, വാക്കിങ്, ഡാൻസിങ്, സ്വിമ്മിങ് പോലെ നമ്മൾ ദേഹം മൊത്തം വരക്കുന്ന രൂപത്തിലുള്ള എക്സസൈസുകളാണ് ശീലമാക്കേണ്ടത്. ഇപ്പൊ ജിമ്മിൽ പോയിട്ട് വേറെ വർക്കൗട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ, അവർ BP കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ, അവർ വർക്കൗട്ടുകളുടെ അവസാനം ഒരു 10 മിനിറ്റെങ്കിലും കാർഡിയോ വർക്കൗട്ടുകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഇപ്പൊ എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് റെഗുലർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസമൊക്കെ ചെയ്ത് നിർത്താതെ ഒരു 3 മുതൽ 6 മാസം വരെയെങ്കിലും റെഗുലർ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മെല്ലെ മെല്ലെ ലൈഫിലത്തെ ഒരു ശീലമാക്കിയിട്ട്, റുട്ടീൻ ആക്കിയിട്ട് അതിനെ മാറ്റുക. എന്നാൽ മാത്രമേ നമുക്ക് അത് BP കൺട്രോൾ ആവുക എന്നുള്ള ഗുണം കിട്ടുള്ളൂ. ഇപ്പൊ നമ്മള് ബ്ലഡ് വെസലുകളുടെ, രക്തക്കുഴലുകളുടെ ഇലാസ്റ്റിസിറ്റി കൂട്ടാനും, നമ്മളെ ഹാർട്ടിന്റെ പമ്പിങ് പവർ കൂട്ടാനും, അതുപോലെ ഹാർട്ട് മസിലുകളുടെ ശക്തി കൂട്ടാനും ഒക്കെ നമ്മൾ എക്സസൈസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ബോഡി വെയിറ്റ് നമ്മൾ നോർമൽ ഒരു കൺട്രോൾ ആക്കി നിർത്താനും എക്സസൈസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമതായി നമ്മൾ വരുത്തേണ്ട മാറ്റം നമ്മളെ ഭക്ഷണക്രമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ്. ഇപ്പം BP കൺട്രോൾ ചെയ്യാൻ വേണ്ടി നോക്കുന്നവർക്ക് സേഫ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഡയറ്റ് പ്ലാനാണ് ഡാഷ് ഡയറ്റ്, അതായത് DASH, ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ. ഈ ഡയറ്റ് പ്ലാനിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ സോഡിയത്തിന്റെ അളവ് കുറക്കുക എന്നുള്ളത് തന്നെയാണ്. സോഡിയം നമ്മൾ മെയിൻ ആയിട്ട് ഉപ്പ് തന്നെയാണ്. പക്ഷെ ഉപ്പിൽ മാത്രമല്ല, നമ്മൾ ഇന്ന് കഴിക്കുന്ന ബേക്കറി പലഹാരങ്ങളിലും അതുപോലെ പാക്കറ്റ് ആയിട്ട് ലഭിക്കുന്ന മിക്കവാറും എല്ലാ ഫുഡ് ഐറ്റംസിലും, അതുപോലെ ഫ്രോസൺ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിലും ഒക്കെ സോഡിയത്തിന്റെ അളവ് പല രൂപത്തിൽ അടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ഫുഡുകളൊക്കെ കഴിക്കുമ്പോൾ ഈ സോസുകള്, നമ്മൾ ടേസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള മസാലപ്പൊടികൾ, പിന്നെ ബേക്കറി പലഹാരങ്ങൾ, ഇങ്ങനത്തെ ഫുഡുകളൊക്കെ കഴിക്കുമ്പോൾ അതിന്റെ ബാക്കിൽ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ സോഡിയത്തിന്റെ അളവ് നോക്കിയ ശേഷം മാത്രം നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഒരു ഹെൽത്തി ഹ്യൂമൻ ബീയിങ്ങിന് ഡെയിലി കഴിക്കാൻ പറ്റുന്ന സോഡിയത്തിന്റെ അളവ് എന്ന് പറയുന്നത് 2.5 മില്ലിഗ്രാം, അതായത് ഏകദേശം ഒരു ടേബിൾ സോൾട്ട് സോഡിയം മാത്രമാണ്. അപ്പോൾ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ നിർബന്ധമായിട്ടും ഈ ഒരു അളവിന്റെ ഉള്ളിൽ ദിവസേനയുള്ള സോഡിയത്തിന്റെ അളവ് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട വേറെ കാര്യമാണ് ധാരാളമായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും. ഈ ഫ്രൂട്ട്സിൽ ആപ്പിള്, ഓറഞ്ച് പോലത്തെ ഫ്രൂട്ട്സിൽ നമ്മൾ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുതലാണ്. ഈ പൊട്ടാസ്യം നമ്മൾ ബ്ലഡ് വെസൽസിന്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടാനും അതുപോലെ രക്തസമ്മർദ്ദം കുറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. പിന്നെ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന വേറെ സാധനമാണ് നമ്മൾ വാൾനട്ട്, അതുപോലെ തന്നെ ചിയ സീഡ്, ഫ്ലാക്സ് സീഡ് പോലത്തെ സീഡുകൾ, അതുപോലെ ആപ്പിൾ സിഡർ വിനെഗർ, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഡെയിലി ഡയറ്റിൽ ചെറിയ അളവിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഫാറ്റ്, ചീത്ത കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളും, അതുപോലെ ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ പാക്കറ്റിൽ കിട്ടുന്ന ജ്യൂസുകൾ, മധുര പലഹാരങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, ഇങ്ങനെ സാധനങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടന്റ് കാര്യം, നിങ്ങൾ ഓവർ വെയിറ്റ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങളെ വെയിറ്റ് നിർബന്ധമായിട്ടും ഒരു BMIയുടെ ഉള്ളിൽ നിർത്താൻ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ BP കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് 3-ൽ 1 കുറച്ചിട്ട് ആ ഒരു ഭക്ഷണക്രമം നമ്മൾ ശീലമാക്കുക. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ BP കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു കാര്യമാണ് നമ്മൾ സ്ട്രെസ്, ലൈഫിലുള്ള സ്ട്രെസ് കുറക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ സ്ട്രെസ്സും BPയും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം നമ്മൾ ജോലിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ലൈഫിൽ മറ്റു പ്രശ്നങ്ങളായിട്ടോ സ്ട്രെസ് ഉള്ളവരാണെങ്കിൽ ആ സ്ട്രെസ് കുറക്കാൻ വേണ്ടിയുള്ള മെഡിക്കൽ ഹെൽപ്പോ കൗൺസിലിങ്ങോ അങ്ങനെ എന്തെങ്കിലും സഹായം തേടിയിട്ട് സ്ട്രെസ് കുറച്ചുകൊണ്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ ഓവർ ആങ്സൈറ്റി അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ഉള്ളവരാണെങ്കിൽ നിർബന്ധമായിട്ടും കൗൺസിലിങ്ങിന് പോയിട്ടോ അല്ലെങ്കിൽ യോഗ അല്ലെങ്കിൽ മറ്റ് എക്സസൈസുകൾ ചെയ്തിട്ട് അവരുടെ ആ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഓവർ തിങ്കിങ് കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡെയിലി ഒരു 7 to 8 hours സ്ലീപ്പ് നിർബന്ധമായിട്ടും ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കുക. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ വരുത്തുന്നത് വഴി നമുക്ക് ഹൈപ്പർ ടെൻഷൻ മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും.
ഇനിയിപ്പോൾ നിങ്ങൾ BP ഉള്ളവരാണെങ്കിൽ, നിങ്ങൾ BP ഓൾറെഡി ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് മെഡിസിൻ കഴിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും ഒരു കൺസൾട്ടേഷൻ ഇല്ലാതെ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങളുടെ ഡോക്ടർ മരുന്ന് നിങ്ങളുടെ BPയുടെ റീഡിങ്ങും അതുപോലെ നിങ്ങളുടെ ഏജ്, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ടോ, ഇങ്ങനെ പല പല ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഒരു ഡോക്ടർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഡയറ്റിൽ ചേഞ്ചസ് വരുത്തുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മരുന്ന് സ്റ്റോപ്പ് ചെയ്യുകയോ ഡോസ് കുറക്കുകയോ ചെയ്യരുത്. ഇങ്ങനെ ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങൾ വഴി നമുക്ക് BP കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഓൾറെഡി നിങ്ങൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിൽ ഇനി നിങ്ങൾക്ക് മരുന്ന് ഡോസ് കൂട്ടാതെ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, BP നിങ്ങൾ വളരെ തുടക്കത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് എങ്കിൽ ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈലിൽ ഹെൽത്തിയായ മാറ്റങ്ങൾ വഴി നിങ്ങൾക്ക് അത് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാതെ കുറച്ച് കാലം നിങ്ങൾക്ക് BP കൺട്രോൾ ആക്കിയിട്ട് പോകാൻ പറ്റും. പക്ഷെ നിങ്ങൾ റെഗുലർ ആയിട്ട് ചെക്കപ്പ് ചെയ്യുന്നുണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പാക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഓരോ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും നിങ്ങൾ അതിൽ കൺസിസ്റ്റന്റും റെഗുലറും ആണ് നിങ്ങൾ ഉറപ്പാക്കണം. ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ലോങ് ടൈമിലേക്ക് നമുക്ക് റിസൾട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ BP കൺട്രോൾ ആവുകയുള്ളൂ.